പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച നമുക്കെല്ലാവർക്കും തന്നെ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ സമയമാണ് ജാനുവരി. കഴിഞ്ഞ ദിവസം വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു ചെറിയ ആശയത്തിൻ്റെ പേരാണ് വാബി സാബി. എനിക്ക് ഇത് വായിച്ചപ്പോൾ ഒരു ജാപ്പനീസ് വേർഡാണ്. അർത്ഥം അതിൻ്റെ വളരെ ഗംഭീരമായി തോന്നി. അർത്ഥം ഇതാണ്: ബ്യൂട്ടി ഈസ് ഇൻ ഇംപെർഫെക്ഷൻ. അപൂർണതയിലെ സൗന്ദര്യം. നമ്മൾ ഇക്കിഗായ് എന്ന പദം കേട്ടിട്ടുള്ളവരാണ്. ജീവിക്കാൻ ഒരു കാരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ബെത്ത് കെംപ്റ്റൺ എഴുതിയ വാബി സാബി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. ഞാനൊരു പെർഫെക്ഷൻ്റെ ആളാണെന്ന് എൻ്റെ പങ്കാളി എപ്പോഴും പറയും. അതിപ്പോൾ നമ്മൾ ഏർപ്പെടുന്ന ഏത് കാര്യമായാലും, ഇപ്പോൾ വീട്ടിൽ കറി ഉണ്ടാക്കുന്ന ഒരു വിഭവം മുതൽ നമ്മൾ ഇടപെടുന്ന ഏത് മേഖലകളായാലും അവിടെയൊക്കെ ഒരു പെർഫെക്ഷനിസം ഉണ്ട് എന്ന് പറയും. എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇത്രയും വേണമെന്ന്. ശരിക്കും മെൻ്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പെർഫെക്ഷനലിസം വേണ്ട എന്നാണ് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ അപൂർണതയെ ആഘോഷമാക്കാമെന്ന് വാബി സാബി പറയുന്നു. അപൂർണത എല്ലായിടത്തും പ്രകടമാണല്ലോ. നമ്മൾ കാണുന്ന കാഴ്ചകളിൽ, നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികളിൽ, പ്രധാനമായും നമ്മളിൽ തന്നെയുള്ള കുറവുകളിലും ഒരു സൗന്ദര്യം കണ്ടെത്താൻ നമുക്ക് പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ ഒരു മെൻ്റൽ പ്രഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്തിനാണ് ഈ ഒരു 100% പെർഫെക്ഷൻ ആകണമെന്ന ശാഠ്യം? 98 മാർക്ക് വാങ്ങി വന്നാലും നീ എന്താ 2 മാർക്ക് കളഞ്ഞത് എന്നല്ലേ നമ്മൾ മക്കളോട് ചോദിക്കുന്നത്. വാബി സാബി എന്ന ആശയം പറയുന്നു, ഇംപെർഫെക്ഷനിലാണ് സൗന്ദര്യം, അപൂർണതയിലാണ് സൗന്ദര്യം. ചിതറിപ്പരക്കുന്ന മേഘങ്ങളുള്ള ആകാശം, കൃത്യതയില്ലാതെ ഉയർന്നു പോകുന്ന തിരമാലകൾ, തലയുയർത്തി നിൽക്കുന്ന വ്യത്യസ്ത മലനിരകൾ, ഇതിലൊക്കെയുള്ള കുറവുകൾ നമ്മൾക്ക് ആസ്വദിക്കാം. ഇതുപോലെ നമ്മിലെ കുറവുകൾ എന്തുകൊണ്ട് നമുക്ക് ആസ്വദിച്ചുകൂടാ? നിറമില്ല, ഉയരമില്ല, പാടുകളാണ്, അല്ലെങ്കിൽ തടി കൂടുതലാണ്, മുഖത്തിനത്ര ഭംഗി പോരാ, മുഖത്തിലൊരു സ്കാറുണ്ട്, എന്തൊക്കെ ടെൻഷൻസാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. നോബഡി ഈസ് പെർഫെക്റ്റ്. പെർഫെക്ഷൻ എന്നതൊരു വെറും ആപേക്ഷികമാണ്. ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്കാർ എൻ്റെ മുഖത്തുള്ളത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എന്നുള്ളൊരു പോസിറ്റീവ് ചിന്താഗതി കൊണ്ടുവന്നാൽ തന്നെ നമുക്കൊരുപാട് സമാധാനം കിട്ടും. TCAയിൽ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എന്തില്ല എന്ന് നോക്കാതെ എന്തുണ്ട് എന്ന് കാണാൻ ശ്രമിക്കുക എന്ന്. വാബി സാബി അതിന് മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിൻസൂഗി, അതായത് ബ്രോക്കൺ സിറാമിക് പാത്രത്തെ ഗോൾഡൻ തരികൾ ഒട്ടിച്ചുകൊണ്ട് പുതിയ പാത്രമാക്കി നമുക്ക് മാറ്റാം. ഗോൾഡൻ തരികൾ ഇംപെർഫെക്ഷനെ പെർഫെക്ഷനാക്കി മാറ്റുന്നു. പോട്ടറിയിൽ മാത്രമല്ല ഇതുള്ളത്, മറ്റുള്ള ഒരുപാട് മേഖലകളിലാണ് ഈ ഒരു വാബി സാബി നമുക്ക് കൊണ്ടുവരാം. സെൻ ബുദ്ധിസം കൊണ്ടുവന്നതാണ് ഈ ഒരു ആശയം. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ നമുക്ക് ഇതൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാലും, അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക എന്ന വലിയൊരാശയമാണ് വാബി സാബി നമുക്ക് തരുന്നത്. താങ്ക് യു.